So hello guys, welcome back to the channel. So ഇന്ന് നമ്മുടെ ഉള്ളൊരു പുതിയ വണ്ടിയാണ് 15th മാർച്ച് ലോഞ്ച് ആയ ഒരു വണ്ടിയാണ്. അത് വേറൊന്നുമല്ല, റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ സ്ക്രാം 411 എന്നൊരു മോഡലാണ്. ബേസിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ച് എസ്തെറ്റിക് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹിമാലയൻ സ്ക്രാം 411 എന്നൊരു മോഡൽ. ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, 7 ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. കുറച്ച് ചങ്കി കളേഴ്സാണ് എല്ലാം. ആൻഡ് ബേസിക്കലി ഹിമാലയൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഹിമാലയൻ്റെ എൻജിൻ സ്പെക്സ് എല്ലാം ഹിമാലയൻ തന്നെയാണ്. നമുക്ക് ഫ്രണ്ട് തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യം കാണുന്നത് ഈ ഹെഡ്ലൈറ്റ് ഹിമാലയൻ തന്നെയാണ്. ഹിമാലയൻ്റെ സെയിം ഹെഡ്ലൈറ്റ് ആണ്. ബട്ട് ലൈക്ക് ഇത് ഒരു മീറ്റർ കൺസോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് ബാഡ്ജിങ് ഉണ്ട്. ഈ റോയൽ എൻഫീൽഡ് കളർ ബാഡ്ജിങ് നമ്മുടെ ബോഡി കളർ മാച്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം യെല്ലോ ആയതുകൊണ്ട് ഇത് റോയൽ എൻഫീൽഡ് എഴുതുന്നത് യെല്ലോ ആണ്. ആൻഡ് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചും കൂടെ മുകളിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. താഴോട്ട് വരുമ്പം ഈ ഒരു ട്രാവലിംഗ് കുറഞ്ഞിട്ടുണ്ട് ഹിമാലയനെക്കാട്ടിലും. ഹിമാലയനെ ട്രാവൽ അറൗണ്ട് 200 mm ആണ്. ബട്ട് ഇത് അറൗണ്ട് 180 mm ഉള്ളൂ ട്രാവലിംഗ്. ആൻഡ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വീക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ബോഡി കളറല്ല, ഡ്യുവൽ ബോഡി കളർ ആയതുകൊണ്ട് തന്നെ ഒരു ആഷ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇതൊരു ഫൈബറാണ്. ആൻഡ് ഫ്രണ്ടിലെ ടയർ ഇപ്പോൾ 100 ആണ്, 90 അല്ല, വിഡ്ത്ത് 100 ആണ്. ആൻഡ് ഇത് അറൗണ്ട് ഒരു 19 ഇഞ്ച് ടയറാണ്, 19 ഇഞ്ച് സ്പോക്ക് വീലാണ്. ബട്ട് നമ്മുടെ ഹിമാലയനിൽ ഇത് 21 ഇഞ്ചായിരുന്നു, 19 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ബോഡി കളർ ചേരുന്ന ലൈക്ക് യെല്ലോ ബോഡി കളർ ചേരുന്ന ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേക്കെല്ലാം സെയിം ഹിമാലയൻ്റെ തന്നെയാണ്. ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്. പുറമോട്ട് വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിപ്പോൾ 200 mm ആണ്. ഹിമാലയൻ 220 mm ആയിരുന്നു. ആൻഡ് ബാക്കിയെല്ലാം ഇതൊക്കെ ഫുള്ളി ഹിമാലയൻ തന്നെയാണ്. എൻജിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ തന്നെയാണ്. നമുക്ക് സ്ഥലം വരുമ്പോൾ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ലോഗോ വെച്ച് കുഞ്ഞൊരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസ്കല്ല, ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊരു ഫൈബർ പ്ലേറ്റ് ആണ്. നമ്മളതിൻ്റെ ഈ ടാങ്ക് ഗാർഡ് ഹിമാലയൻ്റെ ഫുള്ളി പോയിരിക്കുകയാണ്. ടാങ്ക് ഗാർഡ് എല്ലാം പോയിരിക്കുകയാണ്. ജസ്റ്റ് ഹിമാലയൻ്റെ സെയിം ടാങ്കാണ്. ബട്ട് ഹിമാലയൻ്റെ ഇവിടെ ഒരു ടാങ്കിന് താഴെയായിട്ട് നമുക്കൊരു ചെറിയൊരു ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റോയൽ എൻഫീൽഡ് ബാഡ്ജിങ്ങും ഉണ്ട്. ആൻഡ് ഇവിടെ 4111 എന്നൊരു ഗ്രാഫിക്സും ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഹിമാലയ എന്ന് മാറിയിട്ട് ഹിമാലയൻ സ്ക്രാം 411 എന്ന ഒരു സ്റ്റിക്കർ ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ നമ്മുടെ ഗ്രാബ് റെയിൽ പോയിട്ടുണ്ട്. ഗ്രാബ് റെയിൽ എല്ലാം മാറ്റി ഒരു സിംഗിൾ കുഞ്ഞൊരു ഗ്രാബ് റെയിൽ ആക്കിയിട്ടുണ്ട്. ബാക്കിലുള്ള ലഗേജ് എല്ലാം പോയിട്ടുണ്ട്. ആൻഡ് പുറകോട്ട് വരുമ്പോൾ ഈ ഒരു മഡ് ഗാർഡ് ഫുള്ളായി മാറിയിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ ഒരു സ്കൂപ്പ് മോഡലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സെയിം ആണ്. ആൻഡ് ഇതെല്ലാം ബ്ലാക്ക് ഫിനിഷെല്ലാം സെയിം തന്നെയാണ്. ആൻഡ് ഇവിടെയും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചൊരു എസ്തെറ്റിക് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിലോട്ട് വരുമ്പോൾ ബാക്ക് ടയറൊക്കെ സെയിം തന്നെയാണ്. ബാക്ക് ടയർ 120 17 ഇഞ്ച് ടയർ, 120 സൈസാണ്. എല്ലാം ടയർ സെയിം തന്നെയാണ്. ഡിസ്പ്ലേക്കെല്ലാം സെയിം ആണ്. മഫ്ലറെല്ലാം സെയിം തന്നെയാണ്. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഫ്രണ്ട് ട്രാവലിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സ്ക്രാംബ്ലർ എന്നൊരു രൂപത്തിലായതുകൊണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് പറഞ്ഞാൽ ഈ സീറ്റാണ്. സീറ്റ് ഇപ്പം ഡബിൾ സീറ്റല്ല, സിംഗിൾ സീറ്റാണ്. ആൻഡ് നല്ല കുഷൻ, നല്ലൊരു കുഷനുള്ളൊരു സീറ്റ് തന്നെയാണ്. നല്ല കുഷനാണ്, സീനല്ല ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. കേക്ക് നല്ല ഒരു പതിഞ്ഞൊരു സീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വരാം. ഇവിടെയാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് ഉള്ളത്. നമ്മുടെ സ്ക്രാംബ്ലർ എന്ന ഒരു സംഭവം, ആ ഒരു പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിളായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെഫ്റ്റോട് ചേർന്നാണ്. ആൻഡ് ഇവിടെ ഒരു സ്ക്രാം 411 എന്നൊരു ബാഡ്ജിങ്ങും ഉണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഞാനിപ്പോൾ ഓണാക്കിയപ്പോൾ അറിയാം ഇതിൻ്റെ നീഡിൽ ഒരു 160 വരെ പോയിട്ട് തിരിച്ചു വരും. അതൊക്കെ കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. റോയൽ എൻഫീൽഡ് ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് ബേസ് ആണ് എല്ലാം. ഗിയർ പൊസിഷൻ, ടൈം, പിന്നെ ഫ്യൂവൽ ഗേജിൻ്റെ ഒരു ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബേസ് തന്നെയാണ്. ആൻഡ് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. കുറച്ച് അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് നമുക്ക് ഇവിടെ ഒരു നാവിഗേഷൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അത് എക്സ്ട്രാ 5000 rupees ആവും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു ഫ്യൂവൽ ടാങ്ക് 50 ലിറ്റേഴ്സിൻ്റെ ഫ്യൂവൽ ടാങ്കാണ്. ആൻഡ് ഗിൽബാറും ഇതെല്ലാം പക്ക ഹിമാലയൻ തന്നെയാണ്. സോ അതാണ് ഹിമാലയൻ സ്ക്രാം 411. ബേസിക്കലി ഹിമാലയൻ തന്നെയാണ്. ആൻഡ് എല്ലാം ലൈറ്റൊക്കെ എല്ലാം ഹാലജൻ തന്നെയാണ്. ബാക്ക് ലൈറ്റ് മാത്രമേ LED. സോ ബേസിക്കലി ഫുള്ളി ഒരു ഹിമാലയൻ ആണ്. ബട്ട് സ്റ്റിൽ
AC ഡിഫൻസ് വരുത്തിയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു ചേഞ്ച് ഉണ്ട്. ബിക്കോസ് ലൈക്ക് AC ഡിഫൻസ് ടാങ്ക് ഗാർഡ് എല്ലാം മാറ്റി, പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല, അതെല്ലാം മാറ്റിയുകൊണ്ട് അറൗണ്ട് ഒരു 15 kg കുറവുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ഹിമാലയൻ ഇപ്പോൾ പുതിയ വരുന്ന മോഡൽസ് എല്ലാം ഒരു 199 kg ആണ് കേർബ് വെയിറ്റ് ലൈക്ക് ഡ്രൈവ് വെയിറ്റ്. ബട്ട് ഇതൊരു 185 kg ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം സെയിം ഒരു പവർ ഫിഗർ ആണെങ്കിൽ കൂടി ഇത് കുറച്ചും കൂടി ഒന്ന് പഞ്ചി ആയിരിക്കും. ആൻഡ് സ്ട്രീറ്റിലൊക്കെ ഓടിയാൽ നല്ലൊരു കുറച്ചുകൂടെ പഞ്ചി ആയിരിക്കും, ഹിമാലയനെക്കാട്ടിലും കുറച്ചുകൂടെ പഞ്ചി ആയിരിക്കും. ആൻഡ് എൻജിൻ സ്പെക്സ് പറയുകയാണെങ്കിൽ നോർമലി 24.3 bhp പവർ ആൻഡ് 32 Nm ടോർക്ക്. അതാണ് നമ്മുടെ ഹിമാലയൻ്റെ ഫിഗർ. അത് സെയിം തന്നെയാണ് ഈ ഒരു സ്ക്രാം 411ലും. ആൻഡ് അറൗണ്ട് 7 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ. അതിൻ്റെ ഒരു 7 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തേക്കട്ടെ. അതിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യുക ഒരു 5 seconds. സോ ഈ ഒരു 7 ഡിഫറെൻറ്റ് കളേഴ്സിനും ഡിഫറെൻറ്റ് പ്രൈസാണ്. ഫസ്റ്റ് 3 കളേഴ്സിന് അറൗണ്ട് ഒരു 2.66 ആണ് ഓൺ റോഡ് പ്രൈസ്, 2.63 ഓൺ റോഡ് പ്രൈസ്, പിന്നെ 2.66 ഓൺ റോഡ് പ്രൈസ്, പിന്നെ 2.70. സോ ബേസിക്കലി 2.63 തൊട്ട് 2.70 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യാനാണ്. അത് ഞാൻ ഈ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് ട്രിവാൻഡ്രത്തെ ഓൺ റോഡ് പ്രൈസാണ്. സോ ഡിഫറെൻറ്റ് വേരീസ് ഫ്രോം റീജിയൻ ടു റീജിയൻ. സോ അറൗണ്ട് 2.60 സ്റ്റാർട്ടിങ് നമുക്ക് പ്രതീക്ഷിക്കാനാണ് ഈ ഹിമാലയൻ സ്ക്രാം 411. ഓക്കെ, സോ അതാണ് നമ്മുടെ ഹിമാലയൻ സ്ക്രാം 411. And I hope you like this video. See you on the video. Bye.